ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി എന്നെ തിരക്കി എന്റെ പിന്നാലെ വന്നേക്കരുത്. ഇല്ല, നേരത്തെ പറഞ്ഞല്ലോ. ശരി എങ്കിലേ ഞാൻ എന്റെ മോളെ കൊണ്ടുപോകും. നീ ചെയ്യാൻ മടിക്കുന്നത് ചെയ്യാൻ തന്നെയാ ഞാനിവിടെ നിൽക്കുന്നത്. അത് നിർത്തി ഞാൻ എന്റെ വീട്ടിലേക്ക് പോകണമെന്ന് നീ പറഞ്ഞാലൊന്നും ഞാൻ കേക്കില്ല. പക്ഷെ ശാലിനി പറഞ്ഞാ കേക്കും. കാരണം അവക്കത് പറയാനുള്ള അധികാരമുണ്ട്. അല്ലെങ്കിലും അമ്മയ്ക്ക് പണ്ടേ മുൻതൂക്കം അങ്ങോട്ടാണല്ലോ. ആണ്. കാരണം അവള് നിന്നെ പോലെ എടുത്തു ചാടി വിഡ്ഢിത്തങ്ങളൊന്നും എഴുന്നള്ളിക്കാറില്ല. അതുകൊണ്ട് എന്റെ പൊന്നുമോള് അമ്മയെ ഭരിക്കാൻ നിൽക്കാതെ എവിടെയാ പോകുന്നെന്ന് വെച്ചാ പോവാൻ നോക്ക്. എവിടെ പോയാൽ ആരുടെ ശാപം ഏറ്റുവാങ്ങാതെ ജീവിച്ചാ മതി. തള്ളമാരുടെ ശാപം ഏറ്റിട്ട് എവിടെ പോയാലും ഗുണം പിടിക്കില്ലെന്നൊരു ചൊല്ലുണ്ട്. ഞാനായിട്ട് എന്തായാലും അതിന് നിൽക്കുന്നില്ല. എന്റെ മോളായി പോയില്ലേ. പക്ഷെ മറ്റുള്ളവരിൽ നിന്ന് അത് വാങ്ങിച്ചു കൂട്ടാതെ എന്റെ മോള് നന്നായിട്ട് ജീവിച്ചാ മതി. നീ പോയിക്കോ, വീട്ടിൽ പോയി താമസിച്ചോ. എന്നിട്ട് വരും വരായികൾ സ്വയം സഹിച്ചോണം. എനിക്കിപ്പോ അത്രേ പറയാനുള്ളൂ. മേഡം, കേറുവാ. പ്രകാശ് വന്നില്ലേ? ഏടത്തിനെ വിളിച്ച് സംസാരിച്ചോളെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ എന്തോ എമർജൻസി വന്നിട്ട് അങ്ങോട്ട് പോയതാ. എന്തായി നിങ്ങൾ പോയിട്ട്? വല്ല വിവരവും കിട്ടിയോ? ഞങ്ങൾ ആദ്യം ചെയ്തത് ആശാനെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലങ്ങളുടെ സമീപത്തുള്ള ലോഡ്ജുകളിലും ഹോട്ടലുകളിലും വിഷ്ണു എന്ന പേരിലോ രേഷ്മ എന്ന പേരിലോ മുറികൾ എടുത്തിട്ടുണ്ടോന്നാ. പക്ഷേ ആ പേരുകളിലൊന്നും ഈ പറഞ്ഞ സമയങ്ങളിൽ ഒരാളും മുറി എടുത്തിട്ടില്ല. രജിസ്റ്ററൊക്കെ ഞങ്ങൾ നോക്കി, പക്ഷേ ഈ പേരുകൾ ഒരിടത്തും കണ്ടില്ല. അത് സ്വാഭാവികം. കള്ളത്തരം കാണിക്കുന്നവരാരെങ്കിലും സ്വന്തം പേരിൽ മുറിയെടുക്കോ? അല്ല, ഹോസ്പിറ്റലിൽ തിരക്കില്ലേ? ഉവ്വ്, അവിടുത്തെ CCTV ഫുട്ടേജ് നമുക്ക് തരില്ലെന്ന് പറഞ്ഞു. അതിനെന്തൊക്കെയോ നിയമ തടസ്സങ്ങളുണ്ടെന്ന്. പ്രകാശ് കൂടുതൽ നിർബന്ധിച്ചപ്പോ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ദിവസങ്ങളിലെ ചില ഫുട്ടേജ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. പക്ഷെ അതിലൊന്നും ആശാനെ രേഷ്മി കണ്ടില്ല. ചുരുക്കത്തില് പോക്ക് വെറുതെയായി. അങ്ങനെ പറയാൻ പറ്റില്ല. തിരിച്ചു വരുന്ന വഴി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളെ മധുര വെച്ച് കണ്ടിരുന്നു. ആരെ? ചക്രപാണി. ചക്രപാണി? ഒരിക്കൽ ആശാൻ ഇതുപോലെ മാറി നിന്നപ്പോ ചോദിച്ചപ്പോ ഏതോ ചക്രപാണിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഈ ചക്രപാണിക്ക് ഏതോ ആക്സിഡന്റ് കേസ് ഉണ്ടായെന്നും അതിന് കാശ് കൊടുക്കാൻ പോയതാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് ചക്രപാണി ഞങ്ങളോട് നേരിട്ടാ പറഞ്ഞത്. ആശാൻ അവിടെ ചെന്നിട്ടുമില്ല, ചക്രപാണി കാശ് കൊടുത്തിട്ടുമില്ല. അപ്പൊ എന്തിനാ വിഷ്ണുവേട്ടൻ അന്ന് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? ആശാന്റെ കാര്യത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളാ, എന്തൊക്കെയോ കാര്യങ്ങൾ ആശാൻ നമ്മളിൽ നിന്ന് ഒളിപ്പിച്ചിട്ടുണ്ട്. ഈ രേഷ്മയുടെ കാര്യത്തിലും വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്താ ഒരു വഴി? ഇവരിലേക്ക് അധികാരത്തോടെ കടന്നു കയറി ചെന്ന് കാര്യങ്ങൾ അറിയാൻ എന്താ ഒരു വഴി? മേഡം പറഞ്ഞോളൂ. റസാഖ്, എനിക്ക് റസാഖിന്റെ ഒരു ഹെൽപ്പ് അത്യാവശ്യമായിട്ട് വേണം. ഓഫ് കോഴ്സ്, ഞാൻ വരാം. രോഹിത് വരുന്നുണ്ടോ ഇല്ലയോ അതെനിക്കിപ്പോ അറിയണം. നീ ഇതെന്ത് ഭാവിച്ചാ? ഇങ്ങനെ കലിതുള്ളി പോവാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്തുണ്ടായിന്നാ? ഉണ്ടായതൊക്കെ ഇവിടെ എല്ലാരും കണ്ടതല്ലേ.
എനിക്കൊരു വിലയും കൽപ്പിക്കാത്തടുത്ത് ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അവള് പോണെങ്കി പോട്ടെ ശാരദാമ്മേ. അടയ്ക്കാണെങ്കിലല്ലേ മടി വെക്കാൻ പറ്റൂ, അടയ്ക്കാൻ മരമാണെങ്കിൽ വെക്കാൻ പറ്റില്ലല്ലോ. സുഖമില്ലാത്ത ഈ മനുഷ്യനോട് കെറിവിച്ചിട്ടാണ് അവള് പോകുന്നതെങ്കിൽ പോകുന്ന സ്ഥലത്ത് അവൾക്ക് മനസമാധാനം കിട്ടുമെങ്കിൽ അവള് പോട്ടെ. പോകുന്നവരൊക്കെ നമ്മളായിട്ട് പിടിച്ചു നിർത്തുന്നത് എന്തിനാ? എനിക്ക് വേറെ ആരുടെ വാക്കുകളൊന്നും കേൾക്കണ്ട. രോഹിത്തെ, രോഹിത് എന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. ശരി, ഇനി എന്നെ തിരക്കി എന്റെ പിന്നാലെ വന്നേക്കരുത്. ഇല്ല, നേരത്തെ പറഞ്ഞല്ലോ. ശരി, എങ്കിലേ ഞാൻ എന്റെ മോളെ കൊണ്ടുപോകും. പപ്പി, അതെങ്ങനെ ശരിയാവും? നീ ഇങ്ങോട്ട് വന്നപ്പോ പപ്പിമോൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നോ? പപ്പി മോള് എന്റെ മോളാണെങ്കിൽ അവളെ ഞാൻ കൊണ്ടുപോയിരിക്കും. മോളെ വാ, നമുക്ക് പോവാം. ശമ, നമുക്ക് ഇവിടുന്ന് പോണ്ടമ്മേ. സത്യം വിട്ടിട്ട് ഞാൻ ഒരിടത്തോട്ടും വരുന്നില്ല. വരാനാ പറഞ്ഞത്, ഒരു സത്യവും ഇല്ല. നമുക്ക് നമ്മള് മാത്രമേ ഉള്ളൂ, നമ്മള് മാത്രം. സ്വന്തം അമ്മ വരെ ഉപേക്ഷിച്ച മകളാ ഞാൻ. നീയും കൂടി എന്നെ കൈവിട്ടാ ഞാൻ വല്ല ആത്മഹത്യയും ചെയ്യേണ്ടി വരും. ഇതിലും ഭേദം അത് തന്നെ. മറ്റുള്ളവർക്ക് നിങ്ങൾ സമാനം കിട്ടുമല്ലോ. കേട്ടല്ലോ പറഞ്ഞത്, അമ്മയോട് പോയി ആത്മഹത്യ ചെയ്യാൻ. അങ്ങനെ പറയുന്നവരുടെ കൂടെ അമ്മ ഇനി നിൽക്കണോ? വരാനല്ലേ പറഞ്ഞത്, വാ. പോണ്ട പപ്പി. പപ്പിയെ കൊണ്ടുപോലേ ശ്യാമാൻറ്റി? അത് നീയാണോ തീരുമാനിക്കുന്നേ? വിട്. അമ്മേ, പപ്പിയെ പിന്നെ ശ്യാമാൻറ്റി കൊണ്ടുപോകാൻ പോവാ.